ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്ക് പവിത്രം എപ്പിസോഡിന് ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ വേദയും രാധയും കൂടെ ഓട്ടോയുടെ ആ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ രാധ കൈ കാണിച്ച് കയറുമെന്ന് പറഞ്ഞിട്ടും കയറാതെ വേദ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന രംഗമായിരുന്നു. അങ്ങനെ പിന്നെ ഇന്ന് വേദ എനിക്ക് കയറാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ രാധ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അവസാനം വേദ വേറൊരു ഓട്ടോ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ രാധ ചിന്തിക്കുകയാണ്, ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നത്തിനാണ് വേദ പോകുന്നത്. എന്തായിരുന്നാലും ഇവളെ പിന്തുടർന്ന് എന്താണെന്ന് അറിയണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വേദ പോയ ഓട്ടോയുടെ പിറകെ തന്നെ രാധയും ഓട്ടോ എടുത്ത് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പിന്തുടർന്ന് രണ്ടുപേരും പോവുകയാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ വിക്രമും കൂട്ടാളികളും കൂടെ ഈ മെഡിസിൻ്റെ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, വിക്രം പറയുന്നുണ്ട്, നമ്മുടെ ജോസഫ് അയാളുടെ നമ്പറൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് സത്യചന്ദ്രൻ എന്നാണ് അയാളുടെ പേര് എന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, നല്ല പേര് സത്യചന്ദ്രൻ എന്ന് പറഞ്ഞ് നാലുപേരും കൂടെ സംസാരിച്ചിരുന്നിട്ട് ഇവർ ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുക്കലായിട്ട് ചെന്ന് നിൽക്കുകയാണ്. കാരണം ഫാർമസിയുടെ വണ്ടി മെഡിസിൻസുമായിട്ടൊക്കെ വരുമല്ലോ, അപ്പോൾ അത് കണ്ടുപിടിച്ച് ഫോളോ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ട് ബൈക്കുകളിലായിട്ട് ജോസഫും വിക്രമും രാജേട്ടനും മറ്റേ ആളും കൂടെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമ്മുടെ വാൻ അവിടെ വരികയും ഫാർമസിയിലേക്ക് ആവശ്യമുള്ള ലോഡ് ഇറക്കണം. അപ്പോൾ ഫാർമസിയിലുള്ള പയ്യൻ ഇറങ്ങി വന്ന് ലോഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ രാജേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, രാജേട്ട അത് ഫാർമസിയിലേക്കുള്ള മെഡിസിനാണ് എന്ന് പറഞ്ഞിട്ട് പാരസെറ്റമോൾ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ വാന് പോകുന്നതിനെ ഫോളോ ചെയ്ത് നമ്മുടെ വിക്രമും കൂട്ടാളികളും കൂടെ പോയി അങ്ങനെ അവർ ഒരു ഒഴിഞ്ഞ റോഡിലൂടെ ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ വിക്രമും എല്ലാവരും അതിനെ തന്നെ ഫോളോ ചെയ്ത് ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ആ വാൻ ഓടിക്കുന്ന ആൾ അതൊന്നും കാണുന്നില്ല. ഇവർ നാലുപേർ രണ്ട് ബൈക്കുകളിലായിട്ട് അവിടെ ചെന്ന് ബൈക്ക് നിർത്തിയതിന് ശേഷം കൈവശം ഒരു ടിന്ന് പെട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ആ വീടും പരിസരമൊക്കെ കാണിക്കുകയാണ്. അവിടെ നിന്ന് വിക്രം അയാളെ വിളിക്കുന്നത്, സത്യേട്ടനല്ലേ, ഞാനിതുപോലെ മെഡിസിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ്, എനിക്ക് കുറച്ച് മെഡിസിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അത് ഇന്ന കടയിലുള്ള ഒരാൾ നമ്പർ തന്ന് ഞാൻ അങ്ങനെ വിളിക്കുന്നതാണ്, തിരുവനന്തപുരത്തുള്ള ഇന്ന മെഡിക്കൽ സ്റ്റോറിലുള്ള ആളാണ് തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അയാളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് എന്തോ ചെറിയൊരു സത്യചന്ദ്രൻ എന്ന് പറയുന്ന ആളിന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട്, ഇത് എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഈ സത്യചന്ദ്രൻ എന്ന് പറയുന്ന ആൾ അവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, എന്തായാലും നിങ്ങൾ കതകൊക്കെ അടച്ചിട്ട് പൂട്ടി ഇറങ്ങിക്കോളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അതവിടെ തീർന്നിട്ട് അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ വേദ നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഇറങ്ങി ഓട്ടോയ്ക്ക് 50 രൂപ പൈസയൊക്കെ ക്യാഷൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ ഓട്ടോ പോയതിന് ശേഷം നമ്മുടെ രാധയുടെ ഓട്ടോ കുറച്ച് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ആ സമയം ഒരു വണ്ടി ഹോൺ അടിക്കുന്നുണ്ട്. അങ്ങനെ അത് നോക്കി അവിടെ നിൽക്കുന്നത്. ആ സമയം തന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിക്രമും കൂട്ടാളികളും കൂടെ ആ സത്യചന്ദ്രൻ്റെ ഫാർമസി ഇതിൻ്റെ ഗോഡൗണിനുള്ളിലേക്ക് കയറുകയാണ്. അവിടെ കയറിയിട്ട് ആ ഒരു ചെറിയ വാക്ക് തർക്കമൊക്കെ നടന്ന് വിക്രം പറയുന്നുണ്ട്, എനിക്ക് മെഡിസിൻ്റെ ആവശ്യത്തിനല്ലേ ഞാൻ വന്നത്, എന്തിനാ പേടിക്കുന്നത്, എനിക്ക് കുറച്ച് പഴയ മരുന്നല്ലേ, അപ്പോൾ എനിക്ക് കുറച്ച് വില കുറച്ചൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയ ക്ലാഷൊക്കെ ആവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആവുന്നു. അപ്പോൾ കൂട്ടാളികൾ 4-5 പേരുണ്ടായിരുന്നവരൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. വിക്രം എല്ലാ പേർക്കും കുറച്ച് കണക്കിനൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം ഈ സത്യചന്ദ്രനെയും പിടിച്ച് അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അയാളെയും പിടിച്ച് തൂക്കിയെടുത്ത് നിലത്തൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് കൂട്ടാളികൾ 4 പേരും കൂടെ ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ സത്യചന്ദ്രൻ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വിക്രം നോക്കിയപ്പോൾ ഗോഡൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ വിക്രം എന്ന് വെച്ചാൽ ആ പെട്രോൾ വാങ്ങി മെഡിസിൻ്റെ പുറത്തൂടെ എല്ലാം ഒഴിച്ച് തീയിടാനുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെ എല്ലാ മെഡിസിൻ്റെ ബോക്സിനകത്തും ഈ പെട്രോളൊക്കെ ഒഴിച്ച് എടുക്കുകയാണ്. അതിനുശേഷം തീപ്പെട്ടി ഉരച്ച് തീയും കത്തിക്കുകയാണ്. അതായത് എല്ലാം നശിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വിക്രമും കൂട്ടുകാരും കൂടെ ചെയ്യുന്നത്. അപ്പോൾ സത്യചന്ദ്രൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ. അപ്പോൾ വിക്രം അതൊക്കെ എടുത്ത് തീയൊക്കെ ഇട്ട് കത്തിച്ച് നല്ലപോലെ തീ ആളി കത്തി എല്ലാം ആയതിനു ശേഷമാണ് അയാളുടെ അടുത്ത് പറയുകയാണ്, നാളെ തന്നെ എല്ലാ ഫാർമസികളിലും പോയി മെഡിസിൻ എല്ലാം തിരിച്ച് എടുത്തോളണം, ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കരുത് എന്നൊരു താക്കീതും കൂടെ കൊടുത്തിട്ടാണ്
നമ്മുടെ വിക്രം അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ വേദ നമ്മുടെ വാസവൻ സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കാറ് വരുന്നത്. കാറ് വരുന്ന സമയത്ത് വേദ തിരിഞ്ഞ് നോക്കുകയാണ് ആരാണെന്നുള്ളത്. അപ്പം നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഫോളോ ചെയ്ത് നമ്മുടെ രാധയും ഒളിച്ച് നോക്കുന്നുണ്ട് ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്താ വേദ ഇവിടെ പറഞ്ഞാൽ, ഞാൻ സാറിനെ നിൽക്കണം, അതെന്താ നീ ഇവിടെ തന്നെ നിൽക്കുന്ന, അകത്തോട്ട് കയറരുത്. അത് ഇവിടെ വന്ന് ബെല്ലടിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ശ്രീനിവാസ സാർ കുളിക്കുകയാണ്, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ അകത്തോട്ട് കയറ്റിക്കൊണ്ട് പോവുകയാണ്. കൊണ്ടുപോയി അവിടെ ഇരുത്താൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മുടെ വാസവൻ സാർ റെഡിയായി താഴോട്ട് ഇറങ്ങി വരികയാണ്. ചായ എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ചായയൊന്നും വേണ്ട, അത് കുഴപ്പമില്ല, എന്തായാലും എനിക്കൊരു ചായ വേണം, അതിനോടൊപ്പം നമ്മുടെ വേദയ്ക്കും കൂടെ എടുക്കാൻ പറഞ്ഞിട്ട് വാ മോളെ ഇവിടെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ രാധ ഒളിച്ചൊളിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെ ജനൽ വരെ എത്തി. അവിടെ നിന്ന് സംസാരിക്കണം, എന്താ വേദ വല്ല വിശേഷമായിട്ട് വന്നതാണ്? വിശേഷമൊന്നുമില്ല, ഞാൻ വിക്രമിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേദ പറയുന്നുണ്ട്, വിക്രമിനെ എനിക്ക് വീട്ടുകാർക്കുമായിട്ട് വിട്ടു തരണം. അപ്പം ശ്രീനിവാസ സാറ് പറഞ്ഞു, ഞാൻ അതിനിവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതറിയാം, പിടിച്ചു വെച്ചിട്ടില്ല, പക്ഷേ ഒരു അടിമയായി തന്നെ ജീവിതകാലം മുഴുവനും ഞാൻ ജീവിച്ച് തീർക്കാം എന്നുള്ള രീതിയിൽ വന്ന് താമസിക്കുന്ന ആളല്ലേ, അപ്പോൾ ഒന്ന് സാറിന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ശ്രീനിവാസ സാറും ചോദിക്കുന്നുണ്ട്, വേദയ്ക്കും സംസാരിച്ചുകൂടെ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ വേദ പറയുന്നുണ്ട്, ഒരു ഗുണ്ടയുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരു നല്ല റൗഡിയാണ് എന്നൊക്കെ ഒരു അച്ഛൻ പറയുന്നതിനും ഭാര്യ പറയുന്നതിനും ഒരു കണക്കില്ലേ? ഒരു ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നതല്ലേ താല്പര്യം, അതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, അവൻ ഒരു കള്ളനോ കൊലപാതകയോ ഒന്നുമല്ല, അവൻ ചെയ്യാത്ത തെറ്റിന് അവൻ ആദ്യമായി കോടതിയിൽ ശിക്ഷ വിധിച്ച് ഇതാക്കിയതും ശിക്ഷ വിധിച്ചതും നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് വേദയോട് ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവാം, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വിക്രമിനെ ഒരു നല്ലൊരു ആളായി മാറ്റിയെടുക്കണം സമൂഹത്തിലേക്ക്, അതിന് സാർ വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. സാർ ദയവ് ചെയ്ത് വിക്രമിനെ ഒന്നിലും ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തണം, എങ്കിൽ മാത്രമേ വിക്രം ഇതിൽ നിന്നെല്ലാം മാറി നല്ലൊരു മനുഷ്യനായി മാറുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദയുടെ സങ്കടങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സാറ് വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അതൊക്കെ കേട്ട് നമ്മുടെ രാധ ഇങ്ങനെ പിറകിൽ നിൽക്കുകയാണ്. അപ്പോൾ രാധ നോഹോ, നീ സാറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറായി അല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രാധ പിറകിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യയ്ക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും വേദയുടെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സാർ എന്തെങ്കിലും ചെയ്യണം, സാറ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ, സാറിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, സാറ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസ സാറും വേദയെ സമാധാനിപ്പിക്കുന്ന രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ശ്രീനിവാസ സാറിനെക്കുറിച്ച് എന്തെല്ലാം പരാതികൾ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ അതിനൊക്കെ കേട്ടാൽ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ വേദ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, ചേച്ചിക്ക് അത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷേ എനിക്കതൊക്കെ കുഴപ്പമുള്ള കാര്യങ്ങളാണ്, അങ്ങനെയൊന്നും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രാധ ചിന്തിക്കണോ, അവൾ ഇതെല്ലാം എനിക്ക് ചെന്ന് നമ്മുടെ വിക്രമിനോട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ആ രംഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ.